പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-15 തിരുവചന ഭാഗങ്ങൾ. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞ് എന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. കടങ്ങൾ പലരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അത് തിരികെ കൊടുക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഒന്നാമത്തേത്, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. ഉത്കണ്ഠകൾ നമ്മളെ ഭാരപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം സംഭവിക്കുക നമുക്ക് കടം തന്ന വ്യക്തിയിലാണ്. ആ വ്യക്തിക്ക് നമ്മോടുണ്ടായിരുന്ന വിശ്വാസം പതിയെ പതിയെ നഷ്ടപ്പെട്ട് അത് പരസ്പര ബന്ധത്തിൽ അകൽച്ച കൊണ്ടുവരും. പണം സംബന്ധമായ കടത്തേക്കാൾ വലിയൊരു കടം നമുക്കെല്ലാവർക്കുമുണ്ട്. അത് പാപത്തിൻ്റെ കടമാണ്. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കാണിക്കുന്ന കാരുണ്യവും സ്നേഹവുമാണ് നമ്മുടെ പാപങ്ങളുടെ കടം വീടുവാൻ ഉപകരിക്കുന്നതെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിരുസഭയുടെ പഠനമനുസരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരു വ്യക്തി കുമ്പസാരത്തിലൂടെയാണ് പാപം വരുത്തിവെക്കുന്ന നിത്യശിക്ഷയിൽ നിന്നും മോചിതനാകുന്നത്. എന്നാൽ പാപം മൂലം സ്വന്തം ആത്മാവിലോ മറ്റുള്ളവരിലോ ഉണ്ടായ അപജയങ്ങൾക്കുള്ള പ്രായശ്ചിത്തത്തെയാണ് കാലിക ശിക്ഷ എന്ന് നമ്മൾ വിളിക്കുക. ഈ പ്രായശ്ചിത്തം ആകുന്ന കടം വീട്ടുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതാണ്. നീ നിന്റെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. നമ്മളെപ്പോലെ തന്നെ മാതാപിതാക്കൾക്കും കുറവുകളും പോരായ്മകളും രോഗാവസ്ഥകളും ഉണ്ടാകാം. എങ്കിലും അവരോട് നമ്മൾ സ്നേഹത്തോടെയും എളിമയോടെയും പെരുമാറുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ കാലിക ശിക്ഷയുടെ കടം വീടുവാൻ അത് ഉപകരിക്കും. എന്നാൽ ഇനിയും വീടാത്ത കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടോ എന്നുകൂടി ചിന്തിക്കാം. ആരുടെയും ശ്രദ്ധയും പരിഗണനയും ലഭിക്കാതെ എത്രയോ മാതാപിതാക്കളുടെ ജീവിതങ്ങൾ പല വീടുകളിലും വൃദ്ധസദനങ്ങളിലും ഇരിഞ്ഞു തീരുന്നുണ്ട്. വീടാത്ത കടങ്ങൾ മക്കളുടെ ഭവനങ്ങളുടെ അടിത്തറ ഇളക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ മാതാപിതാക്കളെ പരിപൂർണമായി കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ പരിപാലനയും സ്നേഹവും കാരുണ്യവും നമ്മുടെ മാതാപിതാക്കളിൽ എപ്പോഴും നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.